എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോയിലൊരു സിനിമ പാട്ടാണ് പാടുന്നത്. ഒന്നിനെ ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലേന്ന്. ആദ്യം തന്നെ പറയുകയാണ്, ഈ പാട്ട് എനിക്ക് അത്ര നന്നായിട്ടൊന്നും അറിയില്ല. അറിയും പോലെ പാടുകയാണ്. എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ എല്ലാ തെറ്റുകുറ്റങ്ങളെല്ലാവരും ക്ഷമിക്കണം. എനിക്ക് ഒരാഗ്രഹം കൊണ്ട് പാടുന്നതാണ് കേട്ടോ. അപ്പോൾ ആദ്യക്കൊട്ടും ഇതേ ഇവിടെ കുറുമ്പ് കെട്ടിക്കൊണ്ട് ഇതേ അപ്പുറത്തെ കാട്ടം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അംഗൻവാടിയിൽ ഇന്ന് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ കടയിൽ പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും 3:30 ആകുമ്പോഴാണ് വന്നത്, തിരിച്ച് വീട്ടിലേക്ക് വന്നത്. അപ്പോൾ നമ്മുടെ ഇവിടെ തൈക്കൽ സ്കൂളിൽ നിന്ന് ടീച്ചർ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യക്കുട്ടനെ സ്കൂളിൽ ചേർത്താൻ വേണ്ടിയിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അനിയണ്ണനോട് ചോദിച്ചിട്ട് വേണം അവന് സ്കൂളിൽ ചേർത്താൻ പറഞ്ഞിരിക്കുകയാണ്. സ്കൂളിൽ ചേർത്താൻ ടീച്ചറോട് ഞാൻ പറഞ്ഞു, അനിയണ്ണനോട് ചോദിക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ആണെങ്കിൽ നാളെ 10 മണിക്ക് അവൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റൊക്കെ ആയിട്ട് പോകണം. അപ്പം നമ്മുടെ ആദ്യക്കുട്ടൻ സ്കൂളിലേക്ക് ജൂൺ ജൂലൈ ആകുമ്പോൾ ചേർത്താണെങ്കിൽ പോകും കേട്ടോ. അപ്പം എനിക്ക് ആഗ്രഹം ചേർത്തണം എന്നൊക്കെയാണ്. അവൻ്റെ 4 വയസ്സേ ആയിട്ടുള്ളൂ. സ്കൂളിൽ പോകുമ്പോൾ കുറച്ചുകൂടി നല്ല മാറ്റങ്ങളൊക്കെ വരുന്നതാണ് എൻ്റെ വിചാരം. ഇപ്പോൾ ഭയങ്കര കുറുമ്പും കാര്യങ്ങളൊക്കെയാണല്ലോ. അവനെ നന്നായി പഠിക്കാനൊക്കെ നന്നായി പഠിപ്പിക്കണം എന്നാണ് ആഗ്രഹം. അപ്പോൾ കുറുമ്പൊക്കെ ഇത്തിരി കുറഞ്ഞ് കിട്ടുമല്ലോ എന്തായാലും. അപ്പം ചേർത്തണമെന്ന് ആഗ്രഹമുണ്ട്. അനിയണം വരട്ടെ എന്ന് എഴുതിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അനിയണം വൈകുന്നേരം വന്നിട്ട് പറയാമെന്നാണ് പറഞ്ഞത്. പിന്നെ ഇന്ന് 2 ദിവസമായിട്ട് ഇന്നലെ ഇന്നുമായിട്ട് അനിയണം പണിക്ക് പോകുന്നുണ്ട്. നല്ല വെയിലത്താണ് പണി. വൈകുന്നേരം ആകും എത്തുമ്പോൾ. ആൾക്ക് ഭയങ്കര ശരീരവേദനയൊക്കെയാണ് കേട്ടോ. 1 മാസമൊക്കെ വർക്കിനൊന്നും പോകാതെ ഇരിക്കുന്നതുകൊണ്ട് പിന്നെ വർക്കിനായിട്ട് പോയപ്പോൾ നല്ല ശരീരവേദന ഉണ്ടായിരുന്നു. എന്നാലും പോകാതിരിക്കാൻ പറ്റില്ലെന്ന് കരുതി അങ്ങനെ പോവുകയാണ്. അപ്പം ഞാൻ ഇതേ റീൽസ് എടുക്കാൻ വേണ്ടിയിട്ട് ചുമ്മാ സാരിയൊക്കെ കൊടുത്താണ്. എനിക്ക് സാരി ഉടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇവിടെ ഉള്ളവർക്കൊക്കെ അറിയാം എൻ്റെ ഉയരമൊക്കെ. ഞാൻ നല്ല കുറവ് കുള്ളിയായിട്ടുള്ളൊരു പെൺകൊച്ചാണ് കേട്ടോ. ഒരു പെൺകുട്ടിയാണ്, കുള്ളിയായിട്ടുള്ളതാണ്, ഉയരക്കുറവുണ്ട്. എൻ്റെ അമ്മയുടെ ഉയരമാണ് എനിക്ക്. പക്ഷെ ഞാൻ സാരിയൊന്നും ഉടുത്ത് അങ്ങനെ വെളിയിക്കൊന്നും അങ്ങനെ ഇറങ്ങില്ല. അമ്പലത്തേക്ക് പോകുമ്പോൾ സെറ്റ് സാരി ഉടുത്ത് പോകുന്നേ ഉള്ളൂ. അല്ലാതെ ഫങ്ഷനൊന്നും പോകുമ്പോൾ ഞാൻ സാരിയൊന്നും ഉടുക്കാറില്ല. പക്ഷെ എനിക്ക് സാരി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം അങ്ങനെ റീൽസ് എടുക്കാനും ഇതിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ സാരിയൊക്കെ ഉടുക്കാറുണ്ട്. അപ്പോൾ സാരി ഉടുത്തിട്ട് നന്നായിട്ടുണ്ടെന്ന് ഒരു ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് നല്ല സന്തോഷമുണ്ട്. ഇപ്പോൾ കുറച്ച് സബ്സ്ക്രൈബേഴ്സൊക്കെ വന്നിട്ടുണ്ട്. പുതിയ കൂട്ടുകാരെയൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും വീണ്ടും ഞാൻ ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാനപ്പോൾ പാട്ടിലേക്ക് തുടങ്ങുകയാണ്. ഇനി കൂടുതലൊന്നും സംസാരിക്കാനില്ല. അപ്പോൾ തുടങ്ങുകയാണ് കേട്ടോ. ആദ്യം തന്നെ ഞാൻ പറയുകയാണ്, തെറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണേ. അപ്പം ഞാൻ തുടങ്ങുകയാണ്. ഒന്നിനെ ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലേ, എന്നോമലുറക്കമായി ഉണർത്തരുതേ. ഒന്നിനെ തിരി താഴ്ത്തു ശാരദ നിലാവേ, എൻ കണ്ണിലേക്ക് നാവുകൾ കെടുത്തരുതേ. ഒന്നിനെ ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലേ, എന്നോമലുറക്കമായി ഉണർത്തരുതേ. ഉച്ചത്തിൽ മിടിക്കല്ലേ നീ എൻ ഹൃദന്തമേ, സ്വച്ഛ ശാന്തമെന്നോമൽ മയങ്ങിടുമ്പോൾ. ഉച്ചത്തിൽ മിടിക്കല്ലേ നീ എൻ ഹൃദന്തമേ, സ്വച്ഛ ശാന്തമെന്നോമൽ മയങ്ങിടുമ്പോൾ. എത്രയോ ദൂരമെന്നോടൊപ്പം നടന്ന പദപത്മങ്ങൾ തരളമായി ഇളവേൽക്കുമ്പോൾ, താ
താമര മലർമിഴി അടയും വരെ താരാട്ടിനു യാത്ര നിദ്രതൻ പടി വരെ താമര മലർമിഴി അടയും വരെ ഒന്നിനെ ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലേ എന്നോമലുറക്കമായി ഉണർത്തരുതേ എന്നോമലുറക്കമായി ഉണർത്തരുതേ രാവും പകലും ഇണചേരുന്ന സന്ധ്യയുടെ സൗവർണ്ണ നിറം പോലും ഈ മുഖം നോക്കി രാവും പകലും ഇണചേരുന്ന സന്ധ്യയുടെ സൗവർണ്ണ നിറം പോലും ഈ മുഖം നോക്കി കാലത്തിൻ കണികയാമി ഒരു ജന്മത്തിൻ്റെ ജാലകത്തിലൂടെ വരതയെ നോക്കി ഞാനിരിക്കുമ്പോൾ കേവലാനന്ദ സമുദ്രമെൻ പ്രാണനിന്നല തല്ലി ആർത്തിടുന്നു ഞാനിരിക്കുമ്പോൾ കേവലാനന്ദ സമുദ്രമെൻ പ്രാണനിന്നല തല്ലി ആർത്തിടുന്നു ഒന്നിനെ ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലേ എന്നോമലുറക്കമായി ഉണർത്തരുതേ എന്നോമലുറക്കമായി ഉണർത്തരുതേ. അപ്പോൾ ഞാൻ യൂട്യൂബ് ചാനലിലൂടെ പരിചയപ്പെട്ട ഇപ്പോൾ പുതുതായിട്ട് പരിചയപ്പെട്ട ഒരു ടീച്ചറുണ്ട് കേട്ടോ. കവി മ്യൂസിക്സ് എന്നാണ് ആ ടീച്ചറിൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര്. ടീച്ചറാണ് കേട്ടോ. പക്ഷേ ടീച്ചറിന് അതിനെക്കുറിച്ച് എനിക്ക് പറയാൻ താല്പര്യമില്ല. പക്ഷേ ഒരു പക്ഷേ എൻ്റെ വീഡിയോ കാണുമ്പോൾ ടീച്ചർക്ക് എങ്ങാനും വിഷമമായാലോ എന്ന് കരുതിയിട്ടാണ്. അപ്പം എല്ലാവരും എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാവരും കവി മ്യൂസിക് യൂട്യൂബ് ചാനൽ ഒന്ന് സെർച്ച് ചെയ്തൊക്കെ നോക്കണം. ടീച്ചർക്ക് സപ്പോർട്ട് ചെയ്യണം. ടീച്ചർ ഒരുപാട് പാട്ടുകളൊക്കെയാണ് പാടുന്നത്. അപ്പം ഞാനൊരു പാട്ട് പാടിയത് ടീച്ചർക്ക് വേണ്ടിയിട്ടാണ്. ടീച്ചറിനും ടീച്ചറിൻ്റെ മകനും കുടുംബത്തിന് വേണ്ടിയിട്ടാണ് ഈ പാട്ട് ഞാൻ പാടിയിട്ടുള്ളത്. ടീച്ചർക്ക് വേണ്ടിയിട്ടാണ്. എൻ്റെ എല്ലാ വീഡിയോസും കണ്ട് എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നൊരു ആളാണ്. ദോശയോ? ഞാൻ അംഗൻവാടി പോയി വന്നു കഴിഞ്ഞിട്ട് 2 ദോശ ഉണ്ടാക്കി കൊടുക്കും. എന്ത് വരയ്ക്കുന്നു? ഇവൻ കുറേ ദിവസമായി പറയുന്നു ദോശയിൽ ഉപ്പുമാവ് എങ്ങനെ ഉണ്ടാവണേ എനിക്കറിയൂടാ. ഇവൻ എന്താ ഉദ്ദേശിക്കണമെന്ന് അറിയില്ല. ആദ്യക്കുട്ടെ അമ്മ നാളെ കുട്ടിക്ക് ഉപ്പുമാവ് ഉണ്ടാക്കി തരാം കേട്ടോ. ദോശയിൽ എങ്ങനെയാണ് ഉപ്പുമാവ് ഉണ്ടാകുന്നത് എനിക്കറിയില്ല. അവൻ കുറേ ദിവസമായി പറയുന്നത്. എനിക്ക് മനസ്സിലാവണില്ല ഇവൻ എന്താ പറയുന്നതെന്ന്. പൊന്നമ്മേ ഇങ്ങോട്ട് വന്നേ. അമ്മ പൊന്നുട്ടി സത്യമ്മ എന്നിങ്ങോട്ട് വന്നേ. അമ്മ പറയട്ടെ. അപ്പോൾ ഡിയർ ഫ്രണ്ട്സ്, എൻ്റെ പാട്ട് കേട്ടിട്ട് അഭിപ്രായം പറയണം. പിന്നെന്താ, പിന്നെ കൂടുതലൊന്നും സംസാരിക്കാനില്ല. ആകെ വേരത്ത് നല്ല ചൂടാണ് കേട്ടോ ഫ്രണ്ട്സ്. നല്ല ചൂടാണ്. പാലക്കാട് നല്ല പൊള്ളുന്ന ചൂടാണ്. അവിടെ ചൂട് കൂടുതലാണ്. അച്ഛനെ ഫോൺ വിളിച്ചപ്പോൾ പറഞ്ഞു നല്ല ചൂടാണ്. രാത്രി പോലും കിടന്നുറങ്ങാൻ പറ്റുന്നില്ല. ഫാൻ അവിടെ കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ അച്ഛന് കിടന്നുറങ്ങാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. നല്ല ചൂടാണ് ഫ്രണ്ട്സ്. നല്ല വെയിലും നല്ല ചൂടുമാണ്. അപ്പോൾ ഞാൻ നിർത്തുകയാണ്. അപ്പോൾ ശരി.